പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീറ്റിൽ ഏത് ഓപ്ഷൻസ് ആണ് കൂടുതൽ കറക്റ്റ് ആയിട്ട് വരിക? അത് എ ആണോ, ബി ആണോ, സി ആണോ, അതോ ഡി ആണോ? ഇതിലേതെങ്കിലും ചില ഓപ്ഷൻസിനോട് ഒരു പ്രത്യേക ഒരു അഫിനിറ്റി യഥാർത്ഥത്തിൽ നീറ്റിനുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിലായിട്ട് പിന്നെ ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ പറയുന്നത് എന്താണെന്നറിയോ? ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കാണുന്ന ആൻസർ തന്നെ കറക്റ്റ് ഓപ്ഷനാക്കി, അല്ലെങ്കിൽ ആദ്യം കാണുന്ന ഓപ്ഷൻ തന്നെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാനുള്ള സാധ്യത കുറവല്ലേ എന്നൊക്കെ ഉണ്ട് വീഡിയോ ചെയ്ത ആൾ ചോദിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ആ കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാം എന്ന് കരുതി. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ആളുകളുടെ അടുത്തുള്ള മറ്റൊരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓപ്ഷൻസും അൾട്ടിമേറ്റ്ലി ടോട്ടാലിറ്റി നോക്കുന്ന സമയത്ത് എല്ലാം ഈക്വലി ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നീറ്റിൽ നമുക്ക് 180 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ 45 ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്, 45 ഓപ്ഷൻ ബി, 45 സി, പിന്നെ 45 ഡി. ഈ രൂപത്തിൽ ഇതിലേതാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 2025 നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കംപ്ലീറ്റ് ഞാനൊന്ന് എടുത്തു നോക്കി. അപ്പോൾ അതിൽ നോക്കൂ, ഇതിൽ ബുക്ക്ലെറ്റ് കോഡ് 45, 46, 47 ആൻഡ് 48 ഇങ്ങനെ 4 ബുക്ക്ലെറ്റ് കോഡുകളിലായിട്ടായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ബുക്ക്ലെറ്റ് കോഡ് 45 കറക്റ്റ് ഓപ്ഷൻ 1 കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് 48 ക്വസ്റ്റ്യൻസാണ്. ഓപ്ഷൻ 2 57, ഓപ്ഷൻ 3 നോക്കൂ 40 ആൻഡ് ഓപ്ഷൻ 4 അത് 37 ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 2നാണല്ലേ കൂടുതൽ ചാൻസ് എന്ന്. എന്നാൽ നിങ്ങൾ ബുക്ക്ലെറ്റ് കോഡ് 46 നോക്കിയേ, അതിൽ 57 കറക്റ്റ് ആൻസേഴ്സ് വന്നിട്ടുള്ളത് ഓപ്ഷൻ 1 ആണ്. 40 ആണ് ഓപ്ഷൻ 2ന് വന്നിരിക്കുന്നത്. ഇനി ഞാൻ ഈ നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം ഈ ഫസ്റ്റ് റോയിലുള്ള അതേ നമ്പേഴ്സ് തന്നെയാണ് സെക്കൻഡ് റോയിലും വരുന്നത്. പക്ഷേ ആ നമ്പേഴ്സാണ് ഷഫിൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ ഒരു സിമ്മട്രി നോക്ക്. നിങ്ങൾ ഇതേ 57 ഇവിടെ ഉണ്ട്, 57 ഇവിടെ ഉണ്ട്, 57 ഇവിടെ ഉണ്ട്, അതേപോലെ ഇവിടെയും ഉണ്ട്. പക്ഷേ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഓപ്ഷൻ 1 ആണോ ഏറ്റവും കൂടുതൽ വന്നത്, അല്ലെങ്കിൽ ഓപ്ഷൻ 2 ആണോ, അങ്ങനെ എന്തെങ്കിലും ഒരു സിമ്മട്രി അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ഒരു പോയിന്റ് നമുക്കവിടെ സംസാരിക്കാനുണ്ടോ? ഇല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും നിങ്ങൾ വീഴരുത്. ഇതൊക്കെ ഒരു മിത്താണ്. പിന്നെ ഇതെന്താ ഇങ്ങനെ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കും. അതിനൊരു കാരണമുണ്ട്. അത് NTA റാൻഡമൈസേഷൻ ടൂൾ ആ രൂപത്തിലാണ് സെറ്റ് ചെയ്തത്. അവർ പോലും ഒരു പക്ഷേ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അതെന്തോ ഒരു പുതിയൊരു കാര്യമാണ് എന്ന് കരുതി നിങ്ങൾ അതിൻ്റെ പിന്നാലെയും പോണ്ട. എനിക്ക് പറയാനുള്ളതാണ്, സ്റ്റോപ്പ് ഗാംബ്ലിംഗ്, സ്റ്റാർട്ട് സോൾവിങ്.